നമസ്കാരം. ACV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി തിരൂർക്കാട്ടെ വാഹനാപകടം, 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പൊളിച്ചിട്ട കോട്ടപ്പടി മാർക്കറ്റ് തുറന്നു നൽകാത്തതിൽ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി. സർക്കാർ ജീവനക്കാരുടെ കൈയിട്ട് വാരലിൽ പ്രതിഷേധിച്ച് വൺ ഇന്ത്യ വൺ പെൻഷൻ കമ്മിറ്റിയുടെ ധർണ. അങ്ങാടിപ്പുറം തിരൂർക്കാട് സ്കൂൾ പടിയിൽ പച്ചക്കറി ലോറി കാറിലും 2 ബൈക്കുകളിലും ബസ്സിലും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നസ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അങ്ങാടിപ്പുറം തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിനും നസ്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജിനും സമീപത്ത് ഇന്ന് രാവിലെ 9:15ഓടെയാണ് വാഹനാപകടമുണ്ടായത്. പച്ചക്കറി ലോറിയും ബലേനോ കാറും ബസ്സും 2 ബൈക്കുകളും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നസ്ര കോളേജിലെ 1ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയായ കാളമ്പാടി അരിക്കത്ത് വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൾ ഫാത്തിമ റുഷ്ദ, 3ാം വർഷ സോഷ്യോളജി വിദ്യാർത്ഥിയായ രാമപുരം ആവത്തുകാട്ടിൽ വീട്ടിൽ കുഞ്ഞു മുഹമ്മദിന്റെ മകൾ ഷഹന ഷെറിൻ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാർ ഡ്രൈവർ നജീബിനും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. റോങ് സൈഡിലൂടെ വന്ന ലോറി കാറിലും ബസ്സിലും ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങണ കുട്ടികളെയാണ് ഈ വാഹനം ഇടിച്ചു തെറിപ്പിച്ചിട്ടുള്ളത്. വാഹനം ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ കാരണം ഇവിടെ വന്ന വേഗത, ഇവിടെ നിർത്തിയിട്ട വാഹനത്തിന്റെ സ്റ്റോപ്പ് ചെയ്ത വാഹനത്തിന്റെ ബാക്കിൽ വന്ന വാഹനത്തിന്റെ വേഗത കാരണമാണ് അയാൾക്ക് നിയന്ത്രണം കിട്ടിയില്ല. ആ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത്. അതേ സംഗതി എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയതല്ല എന്നുള്ളത് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം പോലീസുമായിട്ട് സംസാരിച്ച സമയത്ത് ആദ്യം അപസ്മാരാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു? അപസ്മാരാണെന്ന് പറഞ്ഞു. ഇത്രയും ദൂരത്ത് ഓടിച്ചു വന്ന ഈ ഒരു സ്പോട്ടിൽ എത്തിയപ്പോ ഇതൊരു അപസ്മാരമല്ല. കാരണം ഈ ആഴ്ച എത്ര ആക്സിഡന്റ് നടന്നു ഇവിടെ? ഇതേ സ്പോട്ടിൽ ഈ ആഴ്ചയിൽ 2-3 ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സ്ഥിരം അപകട മേഖലയായ തിരൂർക്കാട് സ്കൂൾ പടിയിൽ ഒരു സൈൻ ബോർഡ് സ്ഥാപിക്കാനോ ഹമ്പ് നിർമ്മിക്കാനോ അധികാരികൾ ശ്രമിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്നും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ജംഗ്ഷനിലൂടെ ദിനംപ്രതി 4000-ലധികം വിദ്യാർത്ഥികളാണ് കടന്നുപോകുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ ഒരു പോലീസിനെ ഇവിടെ നിയമിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ അങ്ങനെ കുട്ടികൾക്ക് വന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ആരും വന്നിക്കലില്ല. ഒരു ഇതിലാണ് സ്കൂളിൽ നിന്നാണെങ്കിൽ അധ്യാപകർ വന്ന് നിൽക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ഒരു പോലീസാണെങ്കിൽ അതും ഉപകാരമാണ്. പക്ഷെ അവരൊന്നും വന്നിക്കലില്ല. കുട്ടികൾ ഇഷ്ടംമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സീബ്ര ലൈൻ ഇല്ലതാണ്. അതാണെങ്കിലോ ഫുള്ള് മാഞ്ഞ് കടന്നിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നിട്ടൊന്നും അതിൽ വന്ന് ശരിയാക്കണില്ല. പിന്നെ ഒരു ഡിവൈഡർ ഇല്ലതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആക്കാൻ നടക്കാണ്ട് അത് അങ്ങനെ എടുത്ത് വല്ലാതെ വെക്കലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സ്ഥലപരിചയമില്ലാത്ത വാഹനങ്ങളാണ് സ്കൂൾ പടിയിൽ സ്ഥിരം അപകടത്തിൽപ്പെടുന്നത്. ഇനിയും അപകടങ്ങൾ തുടർക്കഥയാകാതിരിക്കാൻ അതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരുടെയും ആവശ്യം. ഇവിടെ ഡെയിലി നിരന്തരമായിട്ട് ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ കുട്ടികളെ കൊണ്ടുവന്ന ടൈമിൽ ഒരു ടീച്ചറോ മാസ്റ്റർമാരോ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ കോളേജ് ഉണ്ട്, സ്കൂളുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പല ടൈമും ഇവരോട് സ്കൂളുകളോട് പറഞ്ഞാണ്, നിങ്ങൾ ടീച്ചേഴ്സ് ആരെങ്കിലും വന്നാലും ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോൾ ഈ വണ്ടി തട്ടുകൊണ്ട് ഡെയിലി വണ്ടി തട്ടുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാതെ തട്ടി, ഇതൊന്നും സ്കൂളിൽ അറിയില്ല. ഒരു ആക്സിഡന്റ് ആകുമ്പോൾ എല്ലാവരും വരും. ഈ ആക്സിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമില്ല. അപ്പം ഇനിയിപ്പോൾ ഇന്ന് 2 ചിലപ്പോൾ അല്ലെങ്കിൽ പോലീസിൻ്റെ അവിടെ കൊടുത്ത് നിരന്തരമായിട്ട് നിർത്താൻ അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കണം ഈ മാനേജ്മെന്റ്. തിരൂർക്കാട് സ്കൂൾ പടിയിലെ വാഹനാപകടങ്ങൾക്ക് തടയിടാൻ അധികാരികൾ കണ്ണു തുറന്നേ മതിയാകൂ. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട കോട്ടപ്പടി മാർക്കറ്റ് 4 വർഷമായിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു. നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട കോട്ടപ്പടി മാർക്കറ്റ് 4 വർഷമായിട്ടും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടി മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു. 1 വർഷം കൊണ്ട് നഗരസഭയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് കച്ചവടക്കാരെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും തുടർന്ന് പ്രവൃത്തി 4 വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കാൻ ശ്രമിക്കാതെ കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് നഗരസഭ അധികൃതർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ പ്രസിഡന്റ് PP മുഹമ്മദ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NK ബർഫാൻ, ഷാക്കിർ, A സമദ്, I സമീർ, ഷെറിൻ ഇർഫാൻ, മൊയ്തീൻ മാസ്റ്റർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ACV ന്യൂസ്, മലപ്പുറം. സാമൂഹിക സുരക്ഷാ പെൻഷനിലെ സർക്കാർ ജീവനക്കാരുടെ കൈയിട്ട് വാരലിൽ പ്രതിഷേധിച്ച്
വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് സാമൂഹിക പ്രവർത്തകൻ ഗ്രോ വാസു ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സുരക്ഷാ പെൻഷനിലെ സർക്കാർ ജീവനക്കാരുടെ കൈയിട്ട് വാരലിൽ പ്രതിഷേധിച്ചാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് സാമൂഹ്യ പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന് ലഭിക്കുന്ന തുകയുടെ ഭൂരിഭാഗവും ശമ്പളത്തിനും പെൻഷനുമായി മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരന് നൽകുന്ന തുകയിൽ നിന്ന് പോലും കൈയിട്ട് വാരാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ധർണയിൽ ജില്ലാ പ്രസിഡന്റ് അലി വക്കയിൽ അധ്യക്ഷത വഹിച്ചു. അക്ബർ മമ്പാട്, യൂസഫ് മമ്പാട്, ഉണ്ണി ഒതായി, ഫൈസൽ വാണിയമ്പലം, കുഞ്ഞിമോൻ മഞ്ചേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ACV ന്യൂസ് മലപ്പുറം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ. വാർത്തകൾ തുടരുന്നു. സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല, മറിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇത് മുൻനിർത്തി മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം നടത്തി. മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭിന്നശേഷി ദിനാചരണം നടത്തി. മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. മ്യൂസിക് അധ്യാപകനും ഗായകനുമായ ശ്രീ ബാവ കൂരാട ചടങ്ങിന്റെ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് ശ്രീ യൂസഫ് മേച്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ശ്രീ അലിയം സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പ്രേമരാജീവ്, ഡയറ്റ് പ്രിൻസിപ്പൽ ശ്രീ നാസർ, AEO ശ്രീമതി സുനിത, BPC സുധീർ ബാബു, NT ഫാറൂഖ്, ഹെഡ്മാസ്റ്റർ ശ്രീ മധുസൂദനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും നടന്നു. ACV ന്യൂസ് മഞ്ചേരി. കേരളത്തിലെ ഏറ്റവും വലിയ മാട്രിമോണി ശൃംഖലയായ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പുതിയ ബ്രാഞ്ച് മഞ്ചേരിയിൽ ആരംഭിച്ചു. ഏറ്റവും വലിയ അസിസ്റ്റന്റ് സർവീസ് മാട്രിമോണി സ്ഥാപനമായ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ 23ാമത് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA നിർവഹിച്ചു. അവിവാഹിതരായ യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകി മാട്രിമോണി രംഗത്ത് കേരളീയരുടെ വിശ്വസ്ത ബ്രാൻഡായി മാറിയ ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പുതിയ ബ്രാഞ്ചാണ് മഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. 23 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA നിർവഹിച്ചു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ KP ഷാജു പ്രത്യാശ ഭദ്രദീപം കൊളുത്തി. മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് PR കണ്ണൻ, വ്യാപാരി വ്യവസായി സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ അലി, സ്ഥാപനത്തിന്റെ AGമാരായ അഭിലാഷ്, ഷൈൻ, സോണൽ മാനേജർ രാജേഷ്, ഡയറക്ടർ PC ഗോപാൽ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി നാസർ ടെക്നോ, മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പുതുതലമുറ വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കുന്ന സാഹചര്യം കൂടി വരുമ്പോൾ 500-ലധികം സ്റ്റാഫുകളുമായി ആയിരക്കണക്കിന് വിവാഹങ്ങൾ നടത്തുന്ന ഇന്റിമേറ്റ് മാട്രിമോണി കേരളീയ സമൂഹത്തിന് നൽകുന്ന സംഭാവന മാതൃകാപരമാണെന്ന് അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA പറഞ്ഞു. മാട്രിമോണി തന്നെ ഇപ്പോൾ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുക. എന്തെല്ലാം മാട്രിമോണികളാണ് നമ്മൾ കാണുന്നത്? അത് നായർ മാട്രിമോണി, നിക്കാഹ് മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, അങ്ങനെ തുടങ്ങിയ ധാരാളം. ഒന്നുമില്ലാതെ ഇൻറ്റിമേറ്റ് മാട്രിമോണി എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഇവിടെ ശ്രീ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ജില്ലകളിൽ വേരോട്ടമുള്ള ഈ ഇൻറ്റിമേറ്റ് മാട്രിമോണി, അതിൻ്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മഞ്ചേരിയിൽ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരളമെങ്ങും ബ്രാഞ്ചുകളുള്ള ഇന്റിമേറ്റ് മാട്രിമോണിയുടെ മലപ്പുറം ജില്ലയിലെ 2ാമത്തെ ബ്രാൻഡാണ് 6 മാസത്തിനുള്ളിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടത്തുന്നതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മറ്റുള്ള മാട്രിമോണികളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യുന്ന ഫീസിലൂടെ വിവാഹം നടക്കുന്നതുവരെ ഫീസില്ലാതെ പങ്കാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കേരളത്തിലെ ഏക മാട്രിമോണി എന്ന ഖ്യാതിയും ഇന്റിമേറ്റ് മാട്രിമോണിക്ക് സ്വന്തമാണ്. ഇന്റിമേറ്റ് മാട്രിമോണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റു മാട്രിമോണികൾ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി വീണ്ടും ഫീ വാങ്ങുന്ന റിന്യൂവൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോൾ
നമ്മൾ അസിസ്റ്റഡ് മാട്രിമോണിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്റിമേറ്റ് മാട്രിമോണി ഒറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ സർവീസ് ഉണ്ടാകും. ഒറ്റ തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ് എന്ന് വെച്ചാൽ വീണ്ടും റിന്യൂവൽ ഫീസ് അടയ്ക്കേണ്ടതില്ല. അസിസ്റ്റഡ് സർവീസ് ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്റിമേറ്റ് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്ന കസ്റ്റമറുടെ കൂടെ വിവാഹം ശരിയാകുന്നത് വരെ ഞങ്ങളുടെ 500-ൽ പരം സ്റ്റാഫുകൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ഓഫീസിൽ തന്നെ ഏതാണ്ട് 30-ൽ പരം സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലുമായി 500-ൽ കൂടുതൽ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്ന ഏക മാട്രിമോണിയാണ് കേരളത്തിലെ ഇന്റിമേറ്റ് മാട്രിമോണി. നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം വിവാഹങ്ങൾ ഒരുക്കിയ മാട്രിമോണി സംവിധാനമായ ഇന്റിമേറ്റിനെ അതിന്റെ സേവനപാതയിൽ പുരോഗതിയുടെ പുതിയ ഒരു വഴിത്തിരിവാകും മഞ്ചേരി ഓഫീസ് എന്നതിൽ സംശയമില്ല. 23 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഇന്റിമേറ്റ് മാട്രിമോണിയുടെ മഞ്ചേരി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാവിധ രജിസ്ട്രേഷൻ പാക്കേജുകൾക്കും ഈ മാസം പ്രത്യേക ഓഫർ ലഭ്യമാണ്. കൂടാതെ മലപ്പുറം ജില്ലയിലുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്കും നിർധനരായവർക്കും യതീം കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കും സേവനം പൂർണ്ണമായും സൗജന്യമായിരിക്കും. ഇനി നിങ്ങളുടെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്തിണങ്ങിയ ജീവിത പങ്കാളിയെ ഇന്റിമേറ്റ് മാട്രിമോണിയിൽ നിന്നും സ്വന്തമാക്കാം. ACV ന്യൂസ് മഞ്ചേരി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മലപ്പുറം കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരെ അകാരണമായി സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. മലപ്പുറം ആരോഗ്യവകുപ്പിന്റെ കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവരെ കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കെ മിനി, ലൈജു ഇഗ്നേഷ്യസ്, VC ശാരദ, കെ ഹബീബ് റഹ്മാൻ, പി ചക്രപാണി, KC ചിത്രലാൽ, O വിനോദ്, ഷിഹാബ് കൊളത്തൂർ എന്നിവർ പ്രസംഗിച്ചു. ACV ന്യൂസ് മലപ്പുറം. ഇനി ശബരീശ ദർശനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. അന്നും എന്നും നാട് കണി കണ്ടുണരുന്ന നന്മ മിൽമ. ശബരിമല വിശേഷങ്ങളിലേക്ക്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർക്കായി സന്നിധാനത്ത് പുതിയ പാലം നിർമ്മിക്കുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിന് പുറകുവശത്തുകൂടി ബെയിലി പാലത്തിന് പകരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകരെ വലിയ നടപ്പന്തലിലേക്ക് തിരികെ എത്തിക്കാതെ തിരിച്ചയക്കുന്നതിനാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിച്ചത്. സൈന്യം തന്നെയാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1,25,00,000 രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്ന് ദേവസ്വം ബോർഡിന് നോട്ടീസ് അയച്ചിരുന്നു. പിന്നീട് സർക്കാർ ഈ തുക സൈന്യത്തിന് നൽകി പാലം ദേവസ്വം ബോർഡിന് കൈമാറുകയായിരുന്നു. ഈ ഭാഗത്താണ് പുതിയ പാലം നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. എപ്പോഴും മാളികപ്പുറമൊക്കെ കഴിഞ്ഞിട്ട് ആ പാലം ഉപയോഗിക്കുന്നത് അതിനൊരു എക്സിറ്റ് പാലമാണ്. ഈ കഴുത, പണ്ടൊരു കഴുത വഴി ഉണ്ടായിരുന്നു, അതുവഴിയാണ് കഴുതകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സിറ്റ് ആക്കി അങ്ങോട്ട് പിന്നെ അപ്പുറത്തെ ഇവിടുന്ന് ബെയിലി പാലം വഴി കഴുത വഴി പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. പ്രാരംഭ നടപടികൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ചർച്ച ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ. അത് സീസൺ കഴിഞ്ഞാൽ ഞങ്ങൾ ആ രീതിയിലേക്ക് പോകും. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകരെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തിക്കാൻ പുതിയ പാലം ഉപയോഗിക്കാനാണ് ആലോചന. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽപ്പെടുത്തിയുള്ള പാലം നിർമ്മാണത്തിന് 80 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഉള്ളതിനാലാണ് തീർത്ഥാടകർ ബെയിലി പാലം വഴിയുള്ള യാത്ര ഉപേക്ഷിച്ചത്. ഇതിന് പരിഹാരമായാണ് കയറ്റവും ഇറക്കവും ഇല്ലാതെ ഒരേ ഉയരത്തിലുള്ള പുതിയ പാലം നിർമ്മിക്കാൻ ആലോചിക്കുന്നത്. മണ്ഡലകാലത്തിന് ശേഷം ഇതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കും. ACV ന്യൂസ് സന്നിധാനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. അന്നും എന്നും നാട് കണി കണ്ടുണരുന്ന നന്മ മിൽമ. കാലാവസ്ഥ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
10 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. അംഗീകൃത രക്തബാങ്കുകൾ വഴി മാത്രം രക്തം സ്വീകരിക്കണമെന്ന DMO ഡോക്ടർ R. രേണുക. വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. Yes! Oxygen year-end sale only at Oxygen, the digital expert.